പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് കൊളോസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യ ജാതനുമാണ്. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിന്റെ ആധിപത്യത്തിലായിരുന്ന നമ്മളെ മോചിപ്പിക്കുവാനായി യേശുക്രിസ്തു തന്റെ ജീവൻ ത്യജിച്ചു. അതുകൊണ്ട് വചനം പറയുന്നു, യേശുക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി മാറി. ഇന്ന് പല മനുഷ്യരും അന്ധകാരത്തിലാണ്. കാരണം യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കാത്തത് കൊണ്ടും അവിടുത്തെ ദൈവമായി സ്വീകരിക്കാത്തത് കൊണ്ടും സാത്താൻ പല മനുഷ്യരെയും അന്ധകാരത്തിലാക്കിയിരിക്കുന്നു. 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം, അവിടുത്തെ ആരാധിക്കണം. അപ്പോൾ നമ്മളിൽ ഉള്ള അന്ധകാരം മാറി പ്രകാശമായ യേശുക്രിസ്തു നമ്മളിൽ വസിക്കുകയും ചെയ്യും. വചനം പറയുന്നു, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. അതുകൊണ്ട് പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇന്ന് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വേദനകളിൽ വീർപ്പുമുട്ടുന്നുണ്ടെങ്കിൽ ഈ വേദനകളെ മാറ്റി നിങ്ങളെ സഹായിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് സാധിക്കും. അതുകൊണ്ട് വചനം പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും അവിടത്തേക്ക് നന്ദി പറയുവിൻ. ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. യഹോവ ഈരെ, എല്ലാം നൽകുന്നവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവിടുത്തെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യഹോവ റാഫ ആയവൻ, സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് രോഗിയായവർ സൗഖ്യം പ്രാപിക്കും. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കും. ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ, യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ദൈവം തന്റെ വചനത്താൽ നമ്മെയും ഈ ലോകം മുഴുവനെയും സൃഷ്ടിച്ചു. നമ്മുടെ ദൈവം അത്യുന്നതനാണ്, അവിടത്തേക്ക് സമനായി മറ്റൊന്നില്ല. അവിടുന്ന് യഹോവ ശാലോം ആണ്, നമ്മുടെ സമാധാനം. നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ സമാധാനം എന്ന് എൻ്റെ കുടുംബത്തിൽ നിറയ്ക്കണമേ. അവിടുന്ന് എൻ്റെ ശാന്തിയായി കുടുംബത്തിൽ വരണമേ. യഹോവ എലോഹിം, സ്രഷ്ടാവാം ദൈവം,
നിൻ വചനത്താലുളവായെല്ലാം യഹോവയില്യോ അത്യുന്നതൻ അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. ഓ ജീസസ്. യഹോവ ശലോം, യഹോവ ശലോം, എന്റെ സമാധാനം. സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി, മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും മാത്രം മുറുകെ പിടിക്കാതെ എല്ലാം നൽകുന്ന ദൈവത്തെ, ദാതാവായ കർത്താവ് യേശുവിനെ നാം മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സകലതും നാം അറിയാതെ തന്നെ പൂർത്തീകരിക്കപ്പെടും. അതിനാൽ വിശ്വാസത്തോടെ പറയുക, യേശുവേ, എൻ്റെ ജീവിതത്തിൽ നീ മാത്രം മതി. യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, യഹോവ റാഫ, സൗഖ്യം നൽകുന്ന കർത്താവ്. സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ, യഹോവ ശമ്മ, ഓ കൂടെ ഇരിക്കുന്ന ദൈവം. കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. യേശുവേ, നീ മാത്രം മതി. മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം നീ മതി. മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശുവേ, അങ്ങ് മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിൽ. മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് ഇന്ന് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.